പലരും ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലേ. കാരണം പല സെറ്റിങ്സും കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ലാത്തത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ചും ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. പുതുതായിട്ട് ചാനൽ തുടങ്ങിയവർക്ക് ചിലപ്പോൾ എങ്ങനെയാണ് മുഴുവനായിട്ട് സെറ്റിംഗ്സോടുകൂടി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നത് മനസ്സിലായിട്ടുണ്ടാകില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ പലരും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, പക്ഷെ അതിൽ എൻ്റെ സ്ക്രീനും കാർഡ്സ് ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ നമ്മൾ അതൊക്കെ കൊടുത്താൽ മാത്രമേ നമ്മുടെ വീഡിയോ വൈറലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അത് കൊടുത്തു കഴിഞ്ഞാൽ വൈറലാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റു വീഡിയോകൾ കൂടെ വൈറലാകാൻ സാധിക്കും. ഓക്കെ, പലരും ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലേ. കാരണം നമ്മൾ ഇങ്ങനെ പല സെറ്റിങ്സും കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ലാത്തത്. അപ്പൊ മുഴുവൻ സെറ്റിങ്സും കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യൂസും കാര്യങ്ങളും നമ്മുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ എങ്ങനെ വൈറലാക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോയ്ക്ക് കൊടുക്കേണ്ട കുറേ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായ രീതിയിൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ വീഡിയോ വൈറലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. വൈറലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എങ്ങനെയുള്ള വീഡിയോ ആണെങ്കിലും വൈറലാകുക എന്നല്ല, നല്ലൊരു വീഡിയോ ആണെങ്കിലും വൈറലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും 3 രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. യൂട്യൂബിലൂടെ ചെയ്യാൻ പറ്റും, YT സ്റ്റുഡിയോയിലൂടെ ചെയ്യാൻ പറ്റും, പിന്നെ ക്രോമിലൂടെ പോയിട്ട് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും ഈസി ആയ മെത്തേഡ് എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ലോങ് വീഡിയോയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കാൻ നോക്കുക കേട്ടോ. ഹൊറിസോണ്ടൽ ആയിട്ട് പിടിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ പിടിച്ചെടുക്കാൻ നോക്കുക, ഇങ്ങനെ നീളത്തിൽ പിടിച്ചെടുക്കാൻ നോക്കുക. മനസ്സിലാകാത്തൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിടിച്ച് കാണിച്ചു തരുന്നത്. പിന്നെ എന്ന് പറയുന്നത് വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ആണെങ്കിൽ ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. 3 മിനിറ്റിൽ താഴെയാണെങ്കിൽ ഇങ്ങനെ എടുക്കുന്നതാണ് നമുക്ക് വീഡിയോയ്ക്ക് നല്ലത് കേട്ടോ. അത് മാത്രമേ വീഡിയോ ആയിട്ട് കണക്കാക്കത്തുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ എന്ന് പറയുന്നത് മാക്സിമം 25 സെക്കൻഡിൽ കൂടുതലുള്ള വീഡിയോ ഹൊറിസോണ്ടലായിട്ട് എടുക്കാൻ നോക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് എൻഡ് സ്ക്രീന് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്ക്രീനിൽ. അപ്പോൾ 25 സെക്കൻഡിൽ കുറവുള്ള വീഡിയോസ് ആണെങ്കിൽ നമുക്ക് എൻഡ് സ്ക്രീന് പറ്റത്തില്ല എന്ന് അവർ എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരും ഇത് ഓർമ്മിച്ചിട്ട് വീഡിയോ എടുക്കുക. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 80-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫുൾ ഓപ്ഷൻസും കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് ലോങ് വീഡിയോ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ചാനൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് താഴെ കാണുന്ന പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ, ഷോർട്സ്, ലൈവ് എന്നൊക്കെ കാണിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗാലറിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു 1 മിനിറ്റിൽ കുറവുള്ളൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹൊറിസോണ്ടലായിട്ട് എടുത്തതാണ്. ഹൊറിസോണ്ടലായി എടുക്കുന്നതാണ് വീഡിയോയ്ക്ക് നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്സിൽ പെടും കേട്ടോ 1 മിനിറ്റിൽ താഴെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ മേലെ പെൻസിൽ ചിഹ്നം കാണുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നേരെ ഗാലറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ തമ്പനെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ തമ്പനെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നില്ല. ഇനി ടൈറ്റിലും കാര്യങ്ങളും നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗാർഡൻ എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, വെറുതെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയും നമുക്ക് നമ്മുടെ ചാനലിൻ്റെ നെയിമൊക്കെ അതിൽ അടിച്ചു കൊടുക്കാം. ഞാൻ അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയാമല്ലോ. ആഡ് ഡിസ്ക്രിപ്ഷൻ, അതിലും നമ്മുടെ ടൈറ്റിലിൽ കൊടുത്ത കാര്യങ്ങളും പിന്നെ #ടാഗ് ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ #ആയിട്ട് ജസ്റ്റ് 1-2 എണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള #ടാഗ് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഗാർഡൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. #ടാഗിൻ്റെ ഇതിൽ നമുക്ക് ഇട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമുക്ക് സെർച്ചിങ്ങിൽ വരുന്ന കുറച്ച് വേർഡുകളും ഇതിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഗാർഡൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അടിച്ചു കൊടുക്കത്തില്ലേ, അതും ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗാർഡൻ എന്ന് #ഇടാതെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നിങ്ങളും കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് വെറുതെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഗാർഡനിങ് എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷന് താഴെ ഇനി വിസിബിലിറ്റിയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
ഇങ്ങനെ കാണിക്കും. പബ്ലിക്, മെമ്പേഴ്സ് ഓൺലി, അൺലിസ്റ്റഡ്, പിന്നെ പ്രൈവറ്റ്. അപ്പോൾ ഞാനിപ്പോൾ അൺലിസ്റ്റാണ് ആക്കി വെക്കുന്നത് കേട്ടോ. ഷെഡ്യൂൾ വേണമെങ്കിലും ചെയ്ത് വെക്കാം. നമ്മൾ അങ്ങനെ ഉടനെ പബ്ലിക് ആക്കാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത്. പബ്ലിക് ആക്കി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം കേട്ടോ. ടൈമും ഡേറ്റൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു വെക്കാം. ഏത് ടൈമിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ആ ടൈം ഇവിടെ കൊടുത്തു വെക്കാം കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ജസ്റ്റ് അൺലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വിസിബിലിറ്റിയിൽ പോകുന്നുണ്ട് കേട്ടോ. കാരണം അത് അൺലിസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ എന്താണ് ഷെഡ്യൂളാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ അൺലിസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിസിബിലിറ്റി കൊടുക്കുമ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് ഓഡിയൻസ് ആണ്. അത് നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് തന്നെ കൊടുക്കുക കേട്ടോ. കുട്ടികളുടെ ചാനലാണെങ്കിൽ എസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക. അടുത്തത് ലൊക്കേഷൻ ആണ് കേട്ടോ. ലൊക്കേഷൻ ഞാൻ ഇന്ത്യ എന്നാണ് കൊടുക്കുന്നത്. പാലക്കാടാണെങ്കിലും ഇന്ത്യ എന്നാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് പ്ലേലിസ്റ്റ് ആണ്. അത് ആഡ് പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അടുത്തത് ഷോർട്സ് റീമിക്സിംഗ് എന്നാണ് കാണിക്കുന്നത്. അതിൽ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് എന്ന് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതലും നല്ലത്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും ഷോർട്സ് രൂപത്തിൽ ആക്കാൻ പെർമിഷൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അലോ കൊടുക്കാം. അടുത്തത് പെയ്ഡ് പ്രൊമോഷൻ ആണ്. അത് കാര്യമില്ല, അത് കൊടുക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അടുത്തത് ഓൾട്ടേർഡ് കണ്ടന്റ് ആണ്. നമ്മൾ AI വെച്ചിട്ട് എന്തെങ്കിലും കണ്ടന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നോ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്തതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അടുത്തത് കമന്റ് ആണ്. ഓൺ വേണമെങ്കിൽ ഓൺ കൊടുക്കാം, ഓഫ് വേണമെങ്കിൽ ഓഫ് കൊടുക്കാം. ഓൺ കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. എന്നിട്ട് നമുക്ക് അപ്ലോഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനിയും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും YT സ്റ്റുഡിയോയിൽ പോയിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഇനി കുറച്ച് ഓപ്ഷൻസും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. കുറച്ച് സമയം എടുക്കും കേട്ടോ. നെറ്റ് സ്ലോ ആണ്, അതുകൊണ്ടാണ് കണ്ടില്ലേ പ്രോസസ്സിങ് ആകുന്നത്. അപ്പോൾ നമുക്കിനി തമ്പനിയിൽ കൊടുക്കാനുണ്ട്. കുറച്ച് ഓപ്ഷൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അൺലിസ്റ്റ് ആക്കി വെച്ചുകൊണ്ട് എനിക്ക് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ. അതിൻ്റെ സൈഡ് 3 ഡോട്ട് കാണുന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് കാണാൻ സാധിക്കും. കണ്ടില്ലേ, എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തമ്പനിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത് വേണമെങ്കിൽ. അപ്പോൾ വീണ്ടും ഗാലറിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഏതാണോ കറക്റ്റായിട്ട് നമ്മൾ തമ്പനിയിൽ സെറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ചേഞ്ച് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തു. ഇനി ലാസ്റ്റ് മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഇത് കൊടുക്കുന്നില്ല, ക്രോമിൽ പോയിട്ടാണ് കൊടുക്കുന്നത്. കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാറ്റഗറി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഗാർഡനിങ് ആയതുകൊണ്ട് ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പൊക്കെ എഡ്യൂക്കേഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ടിപ്സ് വീഡിയോസ് ആയതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്ന് കൊടുക്കുന്നുണ്ട്. കമൻറ്റ് ഓൺ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ലൈക്ക് ആണ് കേട്ടോ. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ലൈക്കിൻ്റെ എണ്ണം കാണാൻ സാധിക്കും. അടുത്തത് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് എന്ന് കൊടുക്കുക. അതിന് താഴെ അലോ എംബഡിങ് എന്നുണ്ട്. അതിൽ ടിക്ക് ഒഴിവാക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് നഷ്ടമാവും. മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് വാച്ച് അവേഴ്സ് കിട്ടത്തില്ല. അവർക്ക് അവിടെ വെച്ച് തന്നെ അത് കാണാൻ സാധിക്കും, ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും. അതുകൊണ്ട് ടിക്ക് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ലൈക്കിൻ്റെയും അലോ എംബഡിങ്ങിൻ്റെയും ടിക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സേവ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലോ എംബഡിങ് ഓണാക്കി കൊടുത്താൽ വ്യൂസ് കൂടും, പക്ഷേ വാച്ച് അവേഴ്സ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക കേട്ടോ, ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഇനിയും പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ക്രോമിലൂടെ പോയിട്ട് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ക്രോമിൽ പോയിട്ട് YT സ്റ്റുഡിയോ ലോഗിൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ലോഗിൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്രോമിൽ YT സ്റ്റുഡിയോ ഡാഷ്ബോർഡ് ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഓപ്പണായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടന്റിൽ നമ്മുടെ വീഡിയോ സെക്ഷൻ എടുത്തിട്ട് വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ സെക്ഷൻ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് കണ്ടില്ലേ, ആ വീഡിയോ ആണ് പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെയായിട്ട് ഷോ മോർ എന്ന് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് എന്നുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കുക. രണ്ടാമതായിട്ട് ഫ്യൂച്ചേർഡ് പ്ലേസസ് എന്നുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കുക. മൂന്നാമതായിട്ട് അലോ ഓട്ടോമാറ്റിക് കൺസെപ്റ്റ് എന്നുള്ളത് അത് ടിക്ക് മാർക്ക് തന്നെ കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് ടാഗ്സ് ആണ് കേട്ടോ. ടാഗ്സിൽ ഞാൻ ചാനലിൻ്റെ പേരാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ വീഡിയോ എന്ന് കൊടുക്കും. എല്ലാം സ്പേസ് ഇട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ടോപ്പിക് എന്താണോ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ വേർഡ്സുകൾ അടിച്ചു കൊടുക്കും കേട്ടോ. ഗാർഡനിങ് എന്നൊക്കെ ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ടാക്സിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം സ്പേസ് ഇട്ടിട്ട് തന്നെ കൊടുക്കണം, കോമയിടരുത്. കോമ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡ് ലൈനിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ഞാൻ ലാംഗ്വേജ് കൊടുത്തിരിക്കുന്നത് മലയാളമാണ്. ടൈറ്റിൽ ലാംഗ്വേജ് ആണെങ്കിലും നമ്മുടെ വീഡിയോ ലാംഗ്വേജ് ആണെങ്കിലും മലയാളമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കൊടുത്തത് തന്നെയാണ്, അതുകൊണ്ട് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മേലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീനും കാർഡ്സും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി അതാണ് കേട്ടോ ചെയ്യാനുള്ളത്. പക്ഷേ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകാത്ത മുമ്പ് കാർഡ്സും എൻ്റെ സ്ക്രീനും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയ ശേഷം അവിടെ തെളിഞ്ഞു വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ എൻ്റെ സ്ക്രീനും കാർഡ്സൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 എൻ്റെ സ്ക്രീന് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീഡിയോൻ്റെ അവസാനമായിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. വീഡിയോ അവസാനിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് വരും. അപ്പോൾ ഞാൻ ടോപ്പായിട്ടുള്ള 4 വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ബട്ടൺ ആണെങ്കിലും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 3 വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലേലിസ്റ്റ് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, വീഡിയോൻ്റെ താഴെ പ്ലേലിസ്റ്റ് എന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് സേവ് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോൻ്റെ അവസാനം എത്താനാകുമ്പോൾ ഇത് കാണിക്കും. അപ്പോൾ ഈ വീഡിയോസും കൂടെ താല്പര്യമുള്ളവർ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസിന് വ്യൂസ് കൂടി വരും കേട്ടോ. അടുത്തത് ലാസ്റ്റായി കാണുന്നുണ്ടല്ലേ, കാർഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 5 വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വീഡിയോസ് ആണെങ്കിലും പ്ലേലിസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ വീഡിയോസും പ്ലേലിസ്റ്റുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ടോപ്പിലായിട്ട് കാണാൻ സാധിക്കുന്നില്ലേ, ഇങ്ങനെ ലൈനിൽ, അതാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണോ മേലെ കാണിക്കേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വരുന്നതായിരിക്കും കേട്ടോ, മേലെ എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡുമായി ബന്ധപ്പെട്ട് എല്ലാ ഓപ്ഷനും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോ വൈറലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ്